ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂദിത്ത് എന്ന പുസ്തകത്തിൻ്റെ പഠനത്തിന് ശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ശക്തയായ ഒരു വനിതയുടെ കഥ പറയുന്ന എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അവരുടെ ചരിത്രത്തിൽ വനിതകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ യഹൂദർ ഇപ്പോൾ പേർഷ്യക്കാരുടെ കീഴിലാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ വിവിധയിടങ്ങളിലായി അവർ താമസിക്കുന്നുണ്ട്. അവരിൽ ഒരു വിഭാഗം സൈറസ് എന്ന പേർഷ്യൻ രാജാവിൻ്റെ കാലത്ത് തിരിച്ച് ജെറുസലേമിലേക്ക്, യൂദയായിലേക്ക്, സ്വദേശത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും വലിയൊരു വിഭാഗം യഹൂദർ മഹത്തായ ബൃഹത്തായ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വസിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ അഹസ്വേരൂസ് എന്ന പേർഷ്യൻ രാജാവിൻ്റെ ഭരണകാലത്ത് ഹാമാൻ എന്ന ആഗാഗ് വംശജൻ, അമലേക്യൻ, രാജാവിൻ്റെ സുഹൃത്തും ഉപദേശകനുമായി മാറുന്നു. മൊർദെക്കായ് എന്ന യഹൂദനോട് വലിയ വിരോധം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഹാമാൻ യഹൂദരോട് മുഴുവൻ പക ഉള്ളിൽ സൂക്ഷിച്ചിരുന്നവൻ യഹൂദരെ ഉന്മൂല നാശം ചെയ്യുന്നതിന് വേണ്ടി, യഹൂദരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുകയും തൽഫലമായി പേർഷ്യൻ രാജാവിൻ്റെ മോതിരം ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകളോട് കൂടിയ ഒരു രാജശാസനം തയ്യാറാക്കുകയും ചെയ്തു. ഹാമാൻ തയ്യാറാക്കിയ രാജശാസനത്തിൻ്റെ ഉള്ളടക്കം വളരെ വ്യക്തമാണ്. യഹൂദരെ, ആബാലവൃദ്ധം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുക, നിഷ്കരുണം എല്ലാവരെയും വധിക്കുക. അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ യഹൂദരുടെ വംശനാശം വരുത്തുക. ഈ ലക്ഷ്യത്തോടെ ഹാമാൻ ഒരു രാജശാസനം എഴുതി പേർഷ്യൻ സാമ്രാജ്യത്തിലെങ്ങും എത്തിച്ചു. പക്ഷെ പിന്നീട് ദൈവികമായ ഇടപെടൽ കൊണ്ട് അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്നു. എസ്തേർ രാജ്ഞി രാജസന്നിധിയിൽ യഹൂദർക്കായി നിലപാടെടുക്കുന്നു. രാജാവ് അത്ഭുതകരമാം വിധം മൊർദെക്കായ് എന്ന യഹൂദൻ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് വേണ്ടി തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. ഹാമാൻ എന്ന വ്യക്തിയുടെ കുടിലതയും പകയും പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ യഹൂദരെയും കൊന്നൊടുക്കാനുള്ള അയാളുടെ തീരുമാനവുമൊക്കെ രാജാവ് അറിയുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജാവിനും രാജകുടുംബത്തിനുമെതിരെ ഹാമാൻ തിരിയുന്നു എന്ന് മനസ്സിലാക്കുന്ന രാജാവ് ഹാമാനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഹാമാൻ മൊർദെക്കായ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്ന അതേ കഴുമരത്തിൽ ഹാമാൻ കൊല്ലപ്പെടുന്നു. പക്ഷേ യഹൂദരെ സംബന്ധിച്ച് പ്രശ്നം ഇപ്പോഴും തീരുന്നില്ല. പേർഷ്യക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. പേർഷ്യൻ രാജാവിൻ്റെ ഒരു രാജശാസനം മുദ്ര വച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ രാജശാസനം പിൻവലിക്കാൻ സാധിക്കില്ല. ആ രാജശാസനം പിൻവലിക്കാൻ രാജാവിന് പോലും സാധ്യമല്ല.
അതുകൊണ്ട് ഹാമാൻ്റെ കാലത്ത് ഹാമാൻ എഴുതിയുണ്ടാക്കി പേർഷ്യൻ രാജാവിൻ്റെ മുദ്ര പതിപ്പിച്ച രാജശാസനം ഇപ്പോൾ നിലവിലുണ്ട്. ആ രാജശാസനത്തെ മറികടക്കാൻ എന്തു ചെയ്യും? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം. ആ രാജശാസനത്തെ മറികടക്കാൻ ഒരേ ഒരു സാധ്യത മാത്രമാണ് യഹൂദരുടെ മുൻപിൽ അവശേഷിക്കുന്നത്: പുതിയ ഒരു രാജശാസനം തയ്യാറാക്കപ്പെടുക. 8-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളിൽ പുതിയ ഒരു രാജശാസനം തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള തിരുവചന ഭാഗം ഉണ്ട്. നമുക്കതൊന്ന് വായിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങൾ കൂടി എൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലും ആണ് ഇത് എഴുതിയത്. ഇത് അഹസ്വേരൂസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി മുദ്രവെച്ചു. രാജാവിൻ്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്ത് കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. മൊർദെഖായിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ രാജശാസനം തയ്യാറാക്കപ്പെടുന്നു. ഇതുവരെയുള്ള നമ്മുടെ പഠനത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ രാജശാസനമാണ് ഇപ്പോൾ തയ്യാറാക്കപ്പെടുന്നത്. ആദ്യത്തെ രാജശാസനം രാജാവിൻ്റെ ഭാര്യയും രാജ്ഞിയുമായിരുന്ന വഷ്തി രാജ്ഞിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള രാജശാസനമായിരുന്നു. രാജ്ഞിയെ സ്ഥാനഭ്രഷ്ടയാക്കിക്കൊണ്ടുള്ള ആ രാജശാസനം രാജാവിന് പോലും പിൻവലിക്കാൻ സാധിച്ചിരുന്നില്ല. 2-ാമത്തെ രാജശാസനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാമാൻ എന്ന ദുഷ്ടനായ രാജാവിൻ്റെ ഉപദേശകൻ യഹൂദരുടെ കൂട്ടക്കുരുതി നടത്താൻ വേണ്ടി തയ്യാറാക്കിയ രാജശാസനമായിരുന്നു. യഹൂദരുടെ ഉന്മൂല നാശം ഉന്നമിട്ട് തയ്യാറാക്കിയ രാജശാസനം. ഇതാ ഇപ്പോൾ 3-ാമത്തേത്. 3-ാമത്തേത് എഴുതിയുണ്ടാക്കുന്നത് മൊർദെഖായി എന്ന യഹൂദനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് രാജസന്നിധിയിൽ വലിയ സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട്. പോരാത്തതിന് എസ്തേർ എന്ന യഹൂദ വംശജയാണ് രാജ്ഞി. അതുകൊണ്ട് യഹൂദർക്ക് അനുകൂലമായ ഒരു രാജശാസനം ഇപ്പോൾ തയ്യാറെടുക്കപ്പെടുകയാണ്. അതാണ് 3-ാമത്തെ രാജശാസനം. ഇത്തരത്തിൽ എഴുതപ്പെട്ട ഈ കത്തുമായി പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ദൂതന്മാർ അയക്കപ്പെടുന്നുണ്ട്. യഹൂദർക്ക് തങ്ങളുടെ ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ അനുവാദം നൽകുന്നതാണ് പുതിയ രാജശാസനം. ഈ പുതിയ രാജകൽപ്പന എത്രയും വേഗം സാമ്രാജ്യമെങ്ങും എത്തിപ്പെടണം. അതിനുവേണ്ടിയുള്ള അസാമാന്യമായ വേഗം ഉണ്ടാകണം എന്ന കാര്യമാണ് രാജാവിൻ്റെ വേഗമേറിയ കുതിരകളെയും കുതിരക്കാരെയും ദൂതന്മാരെയും ഒക്കെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ, സാധ്യമാവുന്നത്രയും വേഗത്തിൽ ഈ പുതിയ രാജശാസന
പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിച്ചു. എന്തായിരുന്നു ഈ രാജശാസനയുടെ ഉള്ളടക്കം എന്നതിനെ സംബന്ധിച്ച് വളരെ ഹ്രസ്വമായിട്ട് 8-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ ദീർഘമായ വിവരണം തുടർന്ന് നമ്മൾ കാണും. ഹ്രസ്വമായി എന്തായിരുന്നു ഈ പുതിയ രാജശാസനയുടെ ഉള്ളടക്കം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് 8-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കാം. അഹസ്വേരോസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലും 12-ാം മാസമായ ആദാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏത് പ്രവിശ്യയുടെയും ജനതയുടെയും ആയുധസജ്ജരായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളും അടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി. ഹാമാൻ എഴുതിയുണ്ടാക്കിയ രാജശാസന അനുസരിച്ച് യഹൂദർ കൂട്ടക്കുരുതി നടത്തപ്പെടണം, കൊല്ലപ്പെടണം. അവരുടെ കുട്ടികളും വൃദ്ധരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ സകലരും കൊല്ലപ്പെടണം. മാത്രവുമല്ല, അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കപ്പെടണം. അതേ ഭാഷയിൽ അതേ അധികാരങ്ങൾ നൽകിക്കൊണ്ടാണ് പുതിയ രാജശാസന യഹൂദർക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ എഴുതപ്പെടുന്നത്. ഹാമാൻ എഴുതിയുണ്ടാക്കിയ രാജശാസനത്തിൽ യഹൂദരെ വകവരുത്താനുള്ള ഒരു കൽപ്പനയാണ് നൽകിയിരുന്നത് എങ്കിൽ മൊർദെഖായിയുടെ രാജശാസനത്തിൽ യഹൂദരുടെ ശത്രുക്കളെ നിഗ്രഹിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള അനുവാദം യഹൂദർക്ക് നൽകപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കൽപ്പനയും അനുവാദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. യഹൂദർക്ക് നൽകപ്പെടുന്നത് ഒരു അനുവാദമാണ്, ഒരു കൽപ്പനയല്ല. അനുവാദത്തിൻ്റെ ഗുണം അനുവാദം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി. കൽപ്പന നിർബന്ധമായും ഏതവസരത്തിലും അനുസരിച്ചിരിക്കണം. അതുകൊണ്ട് യഹൂദർ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനുള്ള അനുവാദത്തോടു കൂടിയുള്ള രാജശാസനമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി 8-ാം അധ്യായത്തിന് ശേഷം നമ്മൾ വരുന്നത് 16-ാം അധ്യായത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അധ്യായങ്ങളുടെ നമ്പർ കൃത്യമല്ലാതിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ ആദ്യകാലത്ത് ഞാൻ വിശദമാക്കിയതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഈ 16-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ 16-ാം അധ്യായത്തിലാണ് എഴുതപ്പെട്ട മൊർദെഖായി എഴുതിയ 3-ാമത്തെ രാജശാസനത്തിൻ്റെ ഉള്ളടക്കം വിശദമായി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഹ്രസ്വരൂപം മാത്രമാണ് 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്. പക്ഷേ ഈ 16-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ അധ്യായം ഈ പുസ്തകത്തിൻ്റെ, എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ ഹീബ്രു മൂലഭാഷയിലുള്ള കൃതിയുടെ ഭാഗമല്ല. കാരണം 16-ാം അധ്യായം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഈ അധ്യായം എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ ഹീബ്രു ഭാഷയിലുള്ള മൂലഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം, നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞ 1 മുതൽ 12 വരെയുള്ള ആദ്യ ഭാഗത്തിനും ഇനി നമ്മൾ 16-ാം അധ്യായത്തിന് ശേഷം കാണാൻ പോകുന്ന 8-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗമുണ്ട്, 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള ആദ്യ ഭാഗത്തിന് ശേഷവും 8-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള 2-ാം ഭാഗത്തിന് മുൻപുമായി 16-ാം അധ്യായമായിട്ടാണ് യഹൂദർക്ക് അനുകൂലമായി എഴുതപ്പെട്ട രാജശാസനത്തിൻ്റെ ഉള്ളടക്കം വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ 16-ാം അധ്യായത്തിൻ്റെ ഘടന ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം അതിലെ ഓരോ ഭാഗവും വായിച്ച് അതിൻ്റെ വിശദീകരണവും ആകാം. 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒരു ആമുഖ കുറിപ്പാണ്.
16-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ നന്മയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നമ്മൾ കാണുന്നു. 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ അർഹതയില്ലാത്തവൻ അധികാരത്തിലെത്തിയാൽ, തീർച്ചയായും ഹാമാനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പറയുന്നു. 16-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ കാപട്യത്തിൻ്റെയും കുടിലതയുടെയും അന്ത്യം സംഭവിക്കുന്നതിനെക്കുറിച്ച്, അഥവാ ഹാമാൻ്റെ അന്ത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 15, 16 തിരുവചനങ്ങളിൽ യഹൂദരുടെ ശ്രേഷ്ഠതയും അവർക്കുണ്ടായിരുന്ന രാജ്യത്തോടുണ്ടായിരുന്ന സ്നേഹവുമൊക്കെ എടുത്ത് പറയുകയും ശ്ലാഘിക്കുകയും ചെയ്യുന്നു. 16-ാം അധ്യായത്തിൻ്റെ 17, 18 തിരുവചനങ്ങളിൽ ഹാമാൻ നൽകിയ രാജശാസനം അവഗണിക്കാനുള്ള ഒരു അറിയിപ്പ് നൽകപ്പെടുന്നു. 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ ആഹ്ലാദകരമായ ഒരു അനുസ്മരണ ഉത്സവത്തെക്കുറിച്ച്, പുരീം എന്നാണ് ആ ഉത്സവം അറിയപ്പെടുന്നത്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു. നമുക്ക് ഓരോ ഭാഗവും വായിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒരു ആമുഖ കുറിപ്പാണ്. നമുക്ക് വായിക്കാം. കത്തിൻ്റെ പകർപ്പ്. മഹാരാജാവായ അഹസ്വേരൂസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഇതിനകം നാം കണ്ടുകഴിഞ്ഞ രാജശാസനങ്ങളുടെ അതേ രീതിയിലാണ് ഈ രാജശാസനത്തിൻ്റെയും ആമുഖക്കുറിപ്പ് നമ്മൾ കാണുന്നത്. ഈ ആമുഖക്കുറിപ്പിൽ തീർച്ചയായും നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുപോലെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വിശാലത വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ത്യ മുതൽ, ഏഷ്യൻ വൻകരയുടെ ഭാഗമായ ഇന്ത്യ മുതൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്ന ഭാഗം മുതൽ എത്യോപ്യ വരെ, ആഫ്രിക്ക വരെയുള്ള വലിയ ആ സാമ്രാജ്യത്തെക്കുറിച്ച്, 127 പ്രവിശ്യകളിലായി ഉള്ള സാമ്രാജ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആമുഖക്കുറിപ്പിൽ മറ്റൊരു പദം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് രാജാവ് പറയുന്നത്. അപ്പോൾ രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന വിശാലമായ പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും ബാധകമാകുന്നതാണ് ഈ രാജശാസനം എന്ന് വ്യക്തമാക്കുകയാണ് ആമുഖക്കുറിപ്പിലൂടെ. 16-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗത്ത് നന്മയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട്. നമുക്ക് ആ ഭാഗമൊന്ന് വായിച്ചതിന് ശേഷം അതൊന്ന് മനസ്സിലാക്കാം. ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു. അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. കൃതജ്ഞതാഭാവം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു. കൂടാതെ നന്മയറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകി വശാകുന്നു. എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കൽപ്പിക്കുന്നു. പലപ്പോഴും അധികാരസ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട്. പൊതുക്കാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള
സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തി വച്ചിട്ടുണ്ട്. ഇവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരികളുടെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു. ഭരണം, നീതി നിർവഹണം എന്നിവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു. ഇവിടെ ഉപകാരി എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മഹാനായ രാജാവ് അഹസ്വേരൂസാണ്. അദ്ദേഹം കാരുണ്യത്തോടെ പ്രവർത്തിച്ച വ്യക്തി ഹാമാനാണ്. അഹസ്വേരൂസ് രാജാവ് എത്ര കാരുണ്യത്തോടെ ബഹുമാനിച്ചുവോ അത്രയധികം അഹങ്കരിച്ച വ്യക്തിയാണ് ഹാമാൻ എന്ന് തുടക്കത്തിൽ തന്നെ പറയുകയാണ്. അടുത്തതായി, അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. ഹാമാനെതിരെയുള്ള ആരോപണമാണ്. ഒരു ഭാഗത്ത് ഈ സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പ്രജകളെ അവർ ഞെരുക്കാൻ, അവരെ കൊല്ലാൻ, അവരെ കൂട്ടക്കുരുതി നടത്താനുള്ള ഗൂഢാലോചന നടത്തുന്നു. മറുഭാഗത്ത് രാജാവിനെ തന്നെയും കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തുന്നു. ഈ രണ്ട് ഗൂഢാലോചനകളും വിരൽ ചൂണ്ടുന്നത് ഹാമാൻ എന്ന വ്യക്തിയിലേക്ക് തന്നെയാണ്. ഹാമാനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് എന്ന് വ്യക്തമാണ്. രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച്, പക ഉള്ളിൽ സൂക്ഷിച്ച്, അഹന്ത നിമിത്തം ഹാമാൻ വരുത്തിവെച്ച ദുരിതങ്ങളെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ച് രാജാവ് അസ്വസ്ഥനാണ് എന്ന് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മാത്രവുമല്ല, ഈ വാക്കുകളിലൂടെ രാജാവിന് ഹാമാനോടുള്ള അനിഷ്ടവും വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് ഈ വചനഭാഗത്ത് പറയുകയാണ്, എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കല്പിക്കുന്നു. ഈ പ്രസ്താവന പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നതാണ്. കാരണം ഈ പ്രസ്താവനയുടെ കാതൽ യഹൂദരുടെ ദൈവശാസ്ത്രം തന്നെയാണ്. യഹൂദരുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവം സർവജ്ഞനാണ്, സർവവും അറിയുന്നവനാണ്. ദൈവം നീതിമാനാണ്. നിഷ്കളങ്കർക്ക് ദൈവം നീതിയും കൃപയും നൽകുന്നു. ദുഷ്ടരോടും ദുഷ്ടതയോടും ദൈവം ഒരിക്കലും സമരസപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള പ്രസ്തുത ദർശനങ്ങൾ, അതായത് ദൈവം കരുണാമയനാണ്, ദൈവം നീതിമാനാണ്, ദൈവം നിഷ്കളങ്കർക്ക് കൃപ നൽകുന്നു, ദുഷ്ടതയോടും ദുഷ്ടരോടും ദൈവം സമരസപ്പെടുന്നില്ല എന്നിങ്ങനെയുള്ള ദൈവശാസ്ത്ര ദർശനങ്ങൾ എപ്രകാരമാണ് ഒരു പേർഷ്യൻ രാജാവിൻ്റെ രാജശാസനത്തിൻ്റെ ഭാഗമാകുന്നത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഈ കത്ത്, ഈ രാജശാസനം എഴുതിയുണ്ടാക്കുന്നത് യഹൂദനായ മൊർദെഖായി എന്ന വ്യക്തിയാണ്. രാജാവിൻ്റെ നാമത്തിൽ രാജാവിൻ്റെ മുദ്രമോതിരം ഉപയോഗിച്ച് ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഈ കത്ത് എങ്കിലും ഈ കത്തിൻ്റെ രചനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യഹൂദനായ മൊർദെഖായിയാണ്. അതുകൊണ്ടാണ് ഈ കത്തിൽ മനോഹരമായ ഒരു യഹൂദ ദൈവശാസ്ത്രം കടന്നു വരുന്നത്. പക്ഷേ മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെടാം.
എന്തുകൊണ്ട് തൻ്റെ പേരിൽ പുറത്തിറങ്ങുന്ന ഒരു രാജശാസനത്തിൽ ഇപ്രകാരമൊരു ദൈവദർശനം ഉൾപ്പെടുത്താൻ പേർഷ്യൻ രാജാവ് അനുവദിച്ചു? ഈ ചോദ്യം പ്രസക്തമാണ്. യൂദിത്തിൻ്റെ പുസ്തകത്തിലും ദാനിയേലിൻ്റെ പുസ്തകത്തിലും ഇപ്പോൾ ഇതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എസ്തേറിൻ്റെ പുസ്തകത്തിലും നാം കണ്ടുമുട്ടുന്ന യൂദിത്ത്, ദാനിയേൽ, എസ്തേർ, മൊർദെഖായി എന്നീ യഹൂദർ ആഴമേറിയ ദൈവവിശ്വാസം ഉള്ളവരായിരുന്നു. അവർ ആദർശധീരരായിരുന്നു, അതേസമയം ദൈവവിശ്വാസികളുമായിരുന്നു. പേർഷ്യൻ രാജാവിൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്നവരും ദുഷ്ടരെ വണങ്ങാത്തവരുമായിരുന്നു ഈ വ്യക്തികളെ ഓരോരുത്തരും. ഒരുപക്ഷേ ഇവരുമായുള്ള സഹവാസം മൂലം, ഇവരുമായുള്ള നിരന്തരമുള്ള സഹവാസം മൂലം വിജാതീയ രാജാക്കന്മാരും ഇസ്രായേലിൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു എന്ന് ഈ പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിനാലാകാം ഈ ദൈവദർശനം പേർഷ്യൻ രാജശാസനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ഈ രാജശാസനത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം.